ഈമാനിനേക്കാൾ വലുപ്പമുള്ള ഒരു അനുഗ്രഹവും നമുക്ക് മറ്റൊന്നില്ല. ആ അനുഗ്രഹം അനുഗ്രഹമായി നിലനിർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ഉറപ്പിച്ചു നിർത്തുന്നതിനും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ട സ്ഥലമാണ് ഈ ദുനിയാവ്. ദുനിയാവിലുള്ള എല്ലാ ത്യാഗങ്ങളും ഈമാനിന്റെ പേരിലാണെങ്കിൽ, ഈമാനുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും വിഷമങ്ങളുമാണെങ്കിൽ ഒട്ടും പതറാതെ ചിതറാതെ പൂർവോപരി കരുത്തോടെ ശക്തിയോടെ മുന്നോട്ട് ഗമിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം അയാൾ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും മരണത്തിലും മരണാനന്തര ജീവിതത്തിലുമാണ്. ഈമാൻ മുറുകെ പിടിച്ച് രണാങ്കണത്തിൽ ഒട്ടും പതറാതെ നല്ല ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ നിന്ന മഹാരഥന്മാരാണ് ദുന്യാവിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഉത്തമ വിഭാഗം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മരണാനന്തര ജീവിതത്തിൽ വീണ്ടും ദുനിയാവിലേക്ക് വന്ന് ഒന്നുകൂടി ഈമാനെ ശക്തിപ്പെടുത്തി തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കൾ അവിടെ എത്തി മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ ആസ്വദിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി വിശ്വാസരംഗത്ത് കരുത്താർജിച്ച് പ്രവർത്തിക്കാൻ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ചോദിച്ചവരാണ് ശുഹദാക്കൾ. വേറെ ആരും ആ ആഗ്രഹം പ്രകടിപ്പിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ശുഹദാക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ശുഹദാക്കൾ അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യവും അതാണ്. ഉഹദിലെ ശുഹദാക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവദിച്ചപ്പോൾ ശുഹദാക്കൾ ചോദിച്ചു, അള്ളാഹുവേ, ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, നീ അത് സാധിപ്പിച്ചു തരുമോ? എന്താ നിങ്ങൾ ആഗ്രഹം, നിങ്ങൾ പറയൂ. ശുഹദാക്കൾ പറഞ്ഞു, ഉറദ്ദു ഇലദ്ദുന്യാ സാനിയ വഉഖ്തലു ഫീ സബീലിക സാനിയ. ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളൊന്ന് മടക്കിത്തരണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് വിശുദ്ധ ദീനിന് വേണ്ടി ശക്തമായി നിലകൊണ്ട് പോരാട്ടത്തിലാണെങ്കിൽ അങ്ങനെ ഷഹീദായി തിരിച്ചു വരണം. അത് വിശ്വാസരംഗത്ത് ഈ ദുനിയാവിൽ വെച്ച് അവർ ആർജിച്ചെടുത്ത് അധ്വാനിച്ചതിന്റെ മധുരം ആസ്വദിച്ചപ്പോഴാണ് അള്ളാഹുവിനോട് ആ ചോദ്യം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖസ്സബക മിന്നിൽ ഖൗൽ അന്നഹും ലാ യർജിഊൻ. എന്റെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇങ്ങോട്ട് വന്നവരൊന്നും തിരിച്ചു പോകൂല. ഇങ്ങോട്ട് വന്നവരൊക്കെ ഇവിടെ തിരിച്ചു പോവുകയില്ല. ആ സമയത്ത് ഞാനിത് പറയുമ്പോൾ വിഷയം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് ഭൗതിക ലോകത്ത് വെച്ചല്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് രണ്ട് ഘട്ടങ്ങളാണ്. ഒന്ന് മരണവും മരണാനന്തര ജീവിതവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെയാണ് ശരിക്ക് നമുക്ക് ഉറപ്പ് വേണ്ടത്. അതിനാണ് ഈ കഠിനാധ്വാനങ്ങളൊക്കെ നടത്തുന്നത്. എന്തെല്ലാം അധ്വാനങ്ങളായിട്ട് ജീവിതത്തിലേക്ക് വരാനുണ്ടോ അത് തീർത്തും അതിനാണ്. ആ ഒരു ഈമാൻ അള്ളാഹു നൽകി എന്ന അനുഗ്രഹത്തിനുള്ള നന്ദിയായിട്ടാണ്. തിരിച്ചു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ശുഹദാക്കൾ പറഞ്ഞു, എങ്കിൽ റബ്ബേ, ഒരു കാര്യം നീ ചെയ്യണം. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ എന്തെല്ലാമാണ് സന്തോഷം? ശുഹദാക്കൾ അവരുടെ ആത്മാവുകൾ സ്വർഗലോകത്ത് പാറിക്കളിക്കുകയാണ്.
ചില ഹദീസുകളിൽ കാണാം ചെറിയ പക്ഷികളുടെ വലുപ്പത്തിലായിട്ട്. ഏറ്റവും ചെറിയ പക്ഷിയെ സങ്കല്പിച്ചോളൂ. ഓരോ ശുഹദാക്കിന്റെയും റൂഹുകൾ പച്ച പക്ഷികളുടെ കോലത്തിലായി സ്വർഗത്തിലെ തടാകത്തിന്റെ അടുത്ത്, മരങ്ങളിൽ, അവിടെയുള്ള കൊട്ടാരങ്ങളിൽ പാറിപ്പറന്ന് ഉല്ലസിച്ച് നടക്കുകയാണ്. വല്ലാത്ത സുഗന്ധവും സന്തോഷവുമാണ് അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സുഖം ഞങ്ങളുടെ കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, ഞങ്ങളിങ്ങനെ ഷഹീദായി വരുമ്പോൾ ബാക്കി വെച്ച ആളുകൾക്ക് നീ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബ്ശിറൂന ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫളൽ വഅന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹു അവർ സന്തോഷിക്കുന്ന വിവരം നമ്മെ അറിയിച്ചു. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ധരിക്കരുത്, വിചാരിക്കരുത് അംവാതൻ അവർ മരിച്ചവരാണ്, ജീർണിച്ചവരാണ്. കാരണം എല്ലാവരും മരിച്ചു പിരിഞ്ഞതുപോലെ പിരിഞ്ഞവരാണെന്ന് വിചാരിക്കരുത്. അവരെ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, ദുനിയാവിന് വേണ്ടിയല്ല, ഇവിടെയുള്ള എന്തെങ്കിലും പകപോക്കലിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ മഹാത്മാക്കളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫീ സബീലില്ല എന്ന വാക്ക് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട്. കുറെ ശുഹദാക്കളുണ്ട് ഇവിടെ, ഭൗതികതയ്ക്ക് വേണ്ടി ഷഹീദായ ആളുകളുണ്ട്. അവർക്കും ഒരു പക്ഷേ ശുഹദ എന്ന മേൽവിലാസം വരുത്താറുണ്ട്, പലരും കൊടുക്കാറുണ്ട്. ഇപ്പറഞ്ഞത് അതിനെ പറ്റിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ആളുകളെ പറ്റി. അവർ മരിച്ചവരാണ് എന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കലാണ്. യുർസഖൂൻ, സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നവരാണ്. സ്വർഗീയ ഭക്ഷണം അതൊരു വലിയ സ്ഥാനമാണ്. അല്ലാഹു തആല അവർക്ക് ജീവൻ, ഹയാത്ത് നൽകി, അവർക്ക് സജീവത നൽകി. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 33-ാമത്തെ വയസ്സിൽ ഷഹീദായ മഹാനാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂത്തത്തിന്റെ രണഭൂമിയിൽ ഷഹീദായ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു ജാഫറാ യതീറു മഅൽ മലായിക ലഹു ജനാഹാനി ഖളറവാൻ. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു, യതീറു മഅൽ മലായിക, മലക്കുകളോടൊപ്പം പാറിപ്പിറക്കുന്നത്, പാറിക്കളിക്കുന്നത് കണ്ടു. ലഹു ജനാഹാനി ഖളറവാനി, 2 പച്ച ചിറകുകൾ ജാഫർ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയിട്ടുണ്ട്. കാരണം മുത്തത്തിന്റെ രണഭൂമിയിൽ 2 കൈയും വെട്ടിമാറ്റിയിട്ടുണ്ട്. ആ 2 കൈയിന്റെ സ്ഥാനത്ത് 2 പച്ച ചിറകുകൾ അല്ലാഹു നൽകിയിട്ട് മലക്കുകളോടൊപ്പം പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിവരം മുഹദ്ദിസുകൾ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു അവരുടെ സ്ഥാനമാണ് പറഞ്ഞത്. അവര് സാധാരണ ആളുകൾ മരിച്ചുപോയതുപോലെയാണെന്ന് ധരിക്കരുത്. അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ സ്ഥാനം റബ്ബിന്റെ അടുക്കലാണ്. യുർസഖൂൻ, അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നു, സ്വർഗീയ പാനീയം നൽകപ്പെടുന്നു. ഫർഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് എന്തെല്ലാം നൽകിയോ അതുകൊണ്ട് അവർ അതീവ സന്തുഷ്ടരാണ്. വല്ലാത്ത സന്തോഷം.
നമ്മുടെ ജീവിതമൊക്കെ ഭാഗ്യമായി പോയി. കുറഞ്ഞ കാലമേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഈമാനികമായ രംഗത്ത് പിറകോട്ട് നിൽക്കാതെ നല്ല രൂപത്തിൽ അടിയുറച്ചു നിന്നപ്പോ, സഹിക്കേണ്ടത് മുഴുവനും ഈമാനിന് വേണ്ടി സഹിച്ചപ്പോ, ത്യജിക്കേണ്ടത് മുഴുവനും ഈമാന് വേണ്ടി ത്യജിച്ചപ്പോ, ഉൾക്കൊള്ളേണ്ടത് മുഴുവനും ഈമാന് വേണ്ടി ഉൾക്കൊണ്ടപ്പോ ഫരിഹീന, അതീവ സന്തുഷ്ടരാൻ. സാദാ സന്തോഷത്തിന് ഫറഹ് എന്ന് പറയൂല, അതീവ സന്തുഷ്ടരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഇവർക്ക് നൽകിയത് കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ഇനി അവരിലേക്ക് വരാനുള്ള ആളുകളെ പറ്റിയും അവർക്ക് സന്തോഷമാണ്. അവരൊരു സന്തോഷം അവർ പറയുന്നുണ്ട് പരസ്പരം, അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നമ്മൾ ജീവിച്ചതുപോലെ ഈമാനിലായവർ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ചതുപോലെ അവർ രക്തസാക്ഷിത്വം വഹിക്കുകയാണെങ്കിൽ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഒന്നും അവർക്ക് ഭയപ്പെടാനില്ല. അവരുടെ പിൻകാല ജീവിതത്തെ കുറിച്ച് ദുഃഖിക്കാനും ഇല്ല. സന്തോഷത്തോടെ വരാം. സഹോദരങ്ങളെ, ഈമാനിന്റെ വിഷയത്തിൽ മുന്നിൽ നിന്ന മഹാന്മാരായ ശുഹദാക്കൾ, അവർക്കെല്ലാ ഘട്ടങ്ങളിലും ആദരവാണ്. ആഖിറത്തിലെത്തിയാൽ മലക്കുകൾ പാട്ടും പാടി സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന വിഭാഗം, ഹിസാബൊക്കെ നടക്കുന്നതിന്റെ മുമ്പ്, കിതാബുകൾ തന്നിട്ട് വിചാരണ നടത്തപ്പെടുന്നതിന്റെ മുമ്പ് ശുഹദാക്കളെ ആനയിക്കുന്നൊരു രൂപം ഹദീസിലുണ്ട്. സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. ശുഹദാക്കൾ ഹൈപ്പവറിലാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവർക്കെന്ത് കിതാബ് കൊടുക്കാനാണ്, എന്ത് വിചാരണ നടത്താനാണ്? അവരുടെ ജീവിതം തന്നെ ഈമാനിന്റെ മേഖലയിൽ സാക്ഷിയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ അവർ ഏറ്റുവാങ്ങിയോ, ഈമാനിന്റെ വിഷയത്തിൽ മുഴുവനും ആഖിറത്തിൽ സാക്ഷിയാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഉറച്ച രീതിയിൽ നിലനിൽക്കാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. കാലികമായതിന് വലിയ പ്രസക്തിയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസ്വാബിറൂ വറാബിതൂ. ഓ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള നമ്മളെ വിളിച്ച് അല്ലാഹു പറയുന്നു, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, നിങ്ങൾ നല്ലോണം ക്ഷമ കൈക്കൊള്ളണം. എന്തിലാ ക്ഷമ വേണ്ടത്? അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തന്ന ദീനുണ്ടല്ലോ, ദീനിന്റെ കാര്യത്തിൽ നല്ല ക്ഷമ വേണം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ തഫ്സീറാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട് തന്ന ദീനിനെ ക്ഷമയോടെ സ്വീകരിക്കണം. അള്ളാഹു പൊരുത്തപ്പെട്ട് തന്ന ദീന് ഒന്നേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം ദീനാണ് അള്ളാഹു പൊരുത്തപ്പെട്ട ദീന്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിയാൽ, അങ്ങനെ സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. പാരത്രിക ലോകത്തവൻ പരാജിതരിൽപ്പെട്ടവരാണ്, മഹാനഷ്ടം സംഭവിച്ചവരിൽപ്പെട്ടവരാണ്. അപ്പൊ അള്ളാഹ് പൊരുത്തപ്പെട്ട് നൽകിയ ദീനില്ലേ, ആ ദീനിന്റെ മേൽ ക്ഷമ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിച്ച് മഹാനവറുകൾ പറയുന്നു, എന്തെങ്കിലും മറ്റൊരു സന്തോഷം കിട്ടുമ്പോ ദീന് കൈയൊഴിക്കാൻ പാടില്ല. ഫലാ യദഊഹു ലിസറാ വലാ ലിളറാ. ഒരു സന്തോഷം ദീനിന്റെ മേഖലയിൽ അല്ലാതെ കിട്ടുമ്പോ ദീൻ ഒഴിവാക്കിയിട്ട് മറ്റു മേഖലയിലേക്ക് പോകരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുന്യാവ് മുന്നിൽ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ക്ഷണിക്കുന്നു, ദീൻ ഒഴിവാക്കിയിട്ട് ദുന്യാവിന്റെ പുറകെ പോകരുത്. ദീനില്ലാത്ത ആളുകള് ഈ ദീന് പരിത്യജിച്ചു വന്നാൽ എന്തും തരാൻ തയ്യാറാണ്. ജീവിക്കാനല്ല, നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനല്ല, രണ്ടാം തലമുറക്കല്ല, 5 തലമുറക്കുള്ളതും അവർ തരാൻ തയ്യാറാണ്. പക്ഷേ അതൊരു സന്തോഷം എന്ന് കരുതിയിട്ട് ദീന് കഴിക്കാൻ പറ്റൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
നീണ്ട ഒരു ചരിത്രമാണ്. ഞാനത് മൊത്തം വിശദീകരിക്കില്ല, അതിൽ ചെറിയൊരു ഭാഗം പറയട്ടെ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചെറിയ ഒരു ബഹിഷ്കരണം വന്നു. പങ്കെടുക്കാത്തതിന്റെ പേരിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വലിയൊരു ബഹിഷ്കരണം. തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ പോയില്ല. നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില ആൾക്കാർ അങ്ങനെ. ഇവിടെ തൃക്കരിപ്പൂര് നല്ലൊരു മജ്‌ലിസ് നടക്കുന്നുണ്ട്, വൈകുന്നേരം വരെ പോകാന്ന് കരുതി. ഇനിയിപ്പോ ഇന്നലെ നാളെ ഉണ്ടല്ലോ, നാളെ പോകാന്ന് കരുതി. സമാപനം തിങ്കളാഴ്ച ഉണ്ടല്ലോ, അന്നും പോകാന്ന് കരുതി. ഒറ്റ ദിവസം അയാൾ വന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ, അതിൽ വിട്ടുപോകാൻ പാടില്ല. അത് മടിയുടെ അങ്ങേ അറ്റാണ്. അങ്ങനെ തോന്നും, പോകാൻ തോന്നും, പക്ഷെ പോകൂല. നാളെ പോകാൻ തോന്നും, നാളെയും പോകൂല. സമാപനത്തിന് ഏതായാലും അങ്ങോട്ട് എത്താൻ തോന്നും, അന്നും പോകൂല. കാരണം ഈ 2 ദിവസം പോകാത്തതുകൊണ്ട് പിശാച് ഇബ്ലീസ് പറയും, ഇനി ലാസ്റ്റിന് നീ ഏതായാലും പോകണ്ട. കാരണം അന്ന് വലിയ വലിയ മഹാന്മാരൊക്കെ വരുന്നതാണ്. അന്ന് പോയിട്ട് നീ 2 ദിവസം കൂടി മുതലാക്കണ്ട, ഇന്നും പോകണ്ട എന്ന് പറയും. അപ്പൊ തുടക്കത്തിലെ മടി വന്നപ്പോ ബാക്കിയുള്ള മടി ഉണ്ടായി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകാന്ന് വിചാരിച്ചു, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പോയാലും വേഗം എത്തും, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോയില്ല. മഹാനവറുകൾ മടിയായിട്ടൊന്നുമല്ല, കാരണം വ്യക്തമായി പറയാനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നപ്പോ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ കഅബേ നിങ്ങൾ പിന്തിയത്? കഅബ് നബിയെ, തങ്ങളല്ലാത്ത മറ്റൊരാളെ മുന്നിലാണ് ഞാൻ ഈ ഇരിക്കുന്നതെങ്കിൽ പ്രത്യം കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് തടി രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ തങ്ങളെ മുന്നിൽ വെച്ച് ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മാലി മിൻ ഉദുർ, ഒരു കാരണവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ വന്ന് കാരണം പറഞ്ഞു പോയിട്ടുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിഷയം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ബഹിഷ്കരണം. ആരും സലാം പറയരുത്, സലാം മടക്കരുത്, കൂട്ടുകൂടരുത്, സമ്പർക്കത്തിലാകരുത്. മനസ്സിലാക്കണം, ഇത് വലിയൊരു പരീക്ഷണമാണ്, ഈമാന്റെ പരീക്ഷണം. ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങാടിയിൽ നിൽക്കുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ച ഒരാൾ വരുന്നു. ആരാണ് ഈ കഅബ് ബിൻ മാലിക്? കഅബ് ബിൻ മാലിക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാ ആ നിൽക്കുന്ന ആളാണ്. നിങ്ങളാണോ കഅബ് ബിൻ മാലിക്? അതെ, ഞാനാണ്. എന്തേ? നിങ്ങൾക്കൊരു കത്തുണ്ട്, കത്ത് തരാൻ വേണ്ടി വന്നതാണ്. ആരുടേതാ കത്ത്? മലിക് ഗസ്സാൻ, ഗസ്സാൻ രാജാവിന്റെ. ഗൈനാട്ടോ, ഗസ്സാൻ അല്ല, ഗസ്സാൻ. ഗസ്സാൻ രാജാവിന്റെ കത്ത്. ഗസ്സാൻ രാജാവിന്റെ കത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒന്ന് തുറന്നു വായിച്ചു നോക്കിയപ്പോ അതിലെന്താ ഉള്ളതെന്നറിയോ? നിങ്ങളെ നേതാവ് ഏതായാലും നിങ്ങൾ ഒഴിവാക്കിയില്ലേ, നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് പോരി, എല്ലാ സുഖസൗകര്യങ്ങളും തരാം. നിങ്ങൾ കുറെ കാലമായില്ല സുന്നത്ത് ജമാഅത്തിനോട് പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് വീട് കിട്ടിയോ? നിങ്ങൾക്ക് വീട് തരാം, പറമ്പ് തരാം, പിന്നെന്താ വേണ്ടത്? പൊന്നോ? പൊന്നും തരാം. പെണ്ണ് വേണോ? പെണ്ണും തരാം. ഇങ്ങോട്ട് പോരെ. ക്ഷണിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ നല്ലോണം ആലോചിക്കണം. ഈമാൻ ദുർബലപ്പെട്ട ആളുകൾ പറയും, 10-35 കൊല്ലം ഞാൻ അവരെ കൂടെ പ്രവർത്തിച്ച് എനിക്ക് കാര്യമായിട്ട് പുരോഗതിയൊന്നും കിട്ടിയില്ല. ഈ പുരോഗതിയാണ് ആദ്യം ലക്ഷ്യമാക്കിയത്, അതുകൊണ്ടാണ് അള്ളാഹു തരാതിരുന്നത്. ദീനിന്റെ ഖിദ്മത്തല്ല ലക്ഷ്യമാക്കിയത്, പുരോഗതിയാ ലക്ഷ്യമാക്കിയത്, അതുകൊണ്ടാണ് അള്ളാഹു തരാതിരുന്നത്. ദീനിന്റെ ഖിദ്മത്താണോ ലക്ഷ്യമാക്കിയിരുന്നത്, മറ്റേതറിയാതെ അള്ളാഹു തന്നിരുന്നു, ബറക്കത്ത് ഇഷ്ടം പോലെ തന്നിരുന്നു. ലക്ഷ്യം ആദ്യം ശരിയാകാത്തത് കൊണ്ട് നിന്നെ ഒന്ന് പരീക്ഷണം എന്ന് അള്ളാഹു തീരുമാനിച്ചു. ആ പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോകുന്ന പലരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനൊക്കെ ദുന്യാവ് വരും, ദുന്യാവിന്റെ ആൾക്കാർ വരും ദീൻ ഒഴിവാക്കാൻ വേണ്ടി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കത്തിങ്ങനെ വായിച്ചു നോക്കി. സഹോദരങ്ങളെ, കത്ത് കണ്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, വഹാദാ ഐളം മിനൽ ബലാ, ഇതും മറ്റൊരു പരീക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ട് മറ്റൊരു രാജാവിനെ സ്വീകരിക്കുകയോ, തങ്ങളുടെ മദീന വിട്ട് മറ്റൊരു രാജാവിന്റെ കേന്ദ്രത്തിൽ പോയി അഭയം തേടുകയോ, കത്ത് വലിച്ചങ്ങ് കീറിയിട്ട് അടുപ്പിലേക്കിട്ടു.
അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു, ഇസ്ബിറൂ, ദീനിനെ നല്ല ക്ഷമയോടെ കൊണ്ട് നടക്കണേ. എന്ത് സന്തോഷം വന്നാലും ദീന് കൈയൊഴിക്കരുത്. എന്റെ തഫ്സീറല്ല, ഹസനുൽ ബസ്രി തങ്ങൾ പഠിപ്പിക്കുന്ന തഫ്സീറാണ്. ഫലാ യദഊഹു ലിസറാ, സന്തോഷം വരുമ്പോ ദീന് കൈയൊഴിക്കരുത്. വലാ ലിളറാ, ബുദ്ധിമുട്ട് വരുമ്പോഴും ദീന് കൈയൊഴിക്കരുത്. ഒരു ബുദ്ധിമുട്ട് വന്നു, പലരോടും നീ സഹായം ചോദിച്ചു, ആരും നിന്നെ സഹായിച്ചില്ല എന്ന് കരുതിക്കോ, എന്നാലും ദീന് വിട്ടേക്കരുത്. കാരണം ദീന് നിനക്ക് നൽകിയത് സൃഷ്ടികളിൽ ഒരാളും അല്ല. നിന്നെ ദീനിന്റെ ഒരു മെമ്പറായി തെരഞ്ഞെടുത്തത് ഒരു സൃഷ്ടിയും അല്ല, സ്രഷ്ടാവായ റബ്ബ് തആലയാണ്. റബ്ബാണ് നിന്നെ ദീനിന്റെ ഒരു മെമ്പറായി തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് സൃഷ്ടികൾ ആര് നിന്നോട് എതിർത്താലും, ആര് നിന്നെ പരിക്കേൽപ്പിച്ചാലും, ആരെത്ര ബുദ്ധിമുട്ടാക്കിയാലും ദീന് കൈയൊഴിക്കാൻ പാടില്ല. വലാലി ശിദ്ദത്തിൻ വലാലി റഖാ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നു, നിന്നോട് പറയുന്നു ദീനിൽ നിന്ന് മാറിയെങ്കിലേ നിനക്ക് മോചനമുള്ളൂ, മാറിപ്പോകരുത്. കൊണ്ട് നല്ലോണം മുന്നോട്ട് പോകണം. മറ്റൊരു സന്തോഷം ലഭിക്കുകയാണ്, പക്ഷേ അത് മുസ്ലിമിന്റെ മേൽവിലാസത്തിൽ കിട്ടൂല. മറ്റൊരു സന്തോഷമുണ്ട്, അത് ദുനിയാവിന്റെ സ്ഥാനമാണ്. അല്ലെങ്കിലോ നിനക്ക് ഏറ്റവും വലിയ ഹൈ പവറായ ഡ്യൂട്ടിയാണ്, ജോലിയാണ്. പക്ഷേ മുസ്ലിമിന്റെ മേൽവിലാസത്തിൽ അത് കിട്ടൂല. എത്രയാലും നീ ശ്രമിച്ചു നോക്കിയാൽ അതിലേക്ക് എത്താൻ പറ്റൂല. കാരണം അതിലേക്ക് എത്തിപ്പെടുന്ന ആളുകളൊക്കെ ഇസ്ലാമേതര കക്ഷികളാണ്. അവർ സ്വീകരിച്ചോട്ടെ, നിനക്ക് അവരോട് എതിർപ്പ് വേണ്ട. അവർ പോകുന്നോണ്ട് നിനക്ക് വിരോധം വേണ്ട, നീ അത് തടയാനും പോകണ്ട. പക്ഷേ നിന്റെ ഇസ്ലാം ഊരി വെച്ചിട്ട് നീ ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ പോകണ്ട. ഹത്താ യമൂതു മുസ്ലിമീൻ, മുസ്ലിങ്ങളായി മരിക്കുന്നത് വരെ ദീന് കൈയൊഴിക്കാൻ പാടില്ല. ഒരിക്കലും ദീന് വിട്ടു പോകാൻ പാടില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ചെറിയ ജ്ഞാനം വെച്ചുള്ള ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അളക്കരുത്. അള്ളാഹു ചെയ്യുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അളക്കരുത്. കാരണം നമ്മുടെ ബുദ്ധി ചെറിയ ബുദ്ധിയാണ്. ഈ ദൃഷ്ടാന്തങ്ങളുടെ വിവരങ്ങൾ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മഹാരഥന്മാർ അവർ വിവരിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് അംഗീകരിച്ചാൽ മതി. ദൃഷ്ടാന്തങ്ങൾ വരുമ്പോ, അടയാളങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോ, സന്തോഷങ്ങൾ വരുമ്പോ അള്ളാഹു എന്താണ് ഇവിടെ സമീപിക്കുന്നത് എന്നുള്ള സമീപനത്തെ കുറിച്ച് നല്ല ബുദ്ധിമതികളായ മഹാന്മാര്, മഹത്തുക്കൾ, പണ്ഡിതന്മാര് അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതി. അല്പജ്ഞാനം കൊണ്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ, അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട്. അവരുടെ പേരുകളാണ് യുക്തിവാദികൾ, നിർമ്മിതവാദികൾ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയാം. അവർക്ക് കാര്യമായി ചോദ്യം ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ചില വിഷയങ്ങളാണ്. ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇൽമ് തീരെ ഇല്ല. ഇൽമുള്ളവരാണെങ്കിലോ അവർ ചോദ്യം ചെയ്യൂല. അറിവ് യഥാർത്ഥത്തിലുള്ള ആളുകളാണെങ്കിൽ ചോദ്യം ചെയ്യൂല. അറിവില്ലാത്തതിന്റെ പേരിലാണ് അവരങ്ങനെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ചോദ്യം കേട്ടിട്ട് ശരിയാണ് എന്ന് നമ്മളും ചിന്തിച്ചു പോയാൽ നമ്മളും അവരെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല സബർ വേണം. ഇസ്ബിറൂ, നിങ്ങൾ നല്ല ക്ഷമ പാലിക്കണം. രണ്ടാമത് പറയുന്നത് വസ്വാബിറൂ. ഞാൻ വിശദീകരിക്കാം. ഇസ്ബിറു, സ്വാബിറു രണ്ടും ഒന്നല്ല. ഇസ്ബിറു, നിങ്ങൾ സ്വന്തത്തിൽ ക്ഷമ പാലിക്കണം. വസ്വാബിറു, ക്ഷമയിൽ മറ്റുള്ളവരോട് സഹകരണം നൽകണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമ സ്വീകരിക്കണം. മറ്റുള്ളവരോട് ക്ഷമാപൂർവം വർത്തിക്കണം. കാരണം ആ പ്രയോഗത്തിൽ തന്നെ അറിയാം അത് സ്വന്തത്തിലുള്ളതല്ലാന്ന്. മുതാലിമീങ്ങൾക്കൊക്കെ വേഗം മനസ്സിലാകും. ഇസ്ബിറു എന്ന് പറഞ്ഞാലും സ്വാബിറു എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. കാരണം സ്വാബിറു എന്നുള്ളത് മുസാബറത്താണ്, അതിനൊരാള് പോരാ. മുഫാലത്ത് വസിനാണ്, രണ്ടാള് വേണം. മുഖാത്തലത്ത് എന്ന് പറയുമല്ലോ സാധാരണ ഏറ്റുമുട്ടൽ, ഒരാളുണ്ടായ ഏറ്റുമുട്ടൽ നടക്കൂല.
മുഫാലത്ത് എന്ന് പറയും, ഒരാളുണ്ടായാൽ അത് നടക്കൂല, രണ്ടാൾ വേണം. അപ്പൊ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ക്ഷമ പാലിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ വരുന്നുണ്ട്. ആ ക്ഷമയിൽ സ്വീകരിക്കണം. മൂന്നാമതായൊരു വിഷയം അല്ലാഹു കൽപ്പിക്കുന്നത് വറാബിതു, നല്ല സന്നദ്ധതയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നല്ല സജ്ജീകരണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സന്നദ്ധതയും സജ്ജീകരണവും ഈ ക്ഷമയും മറ്റുമൊക്കെ ശരിക്കങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു മാർഗമാണ്, പ്രതിരോധത്തിന്റെ മാർഗമാണ്. ഇസ്ബിറു വസ്വാബിറു വറാബിതു, അത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ വത്തഖുല്ലാഹ്, തഖ്വയുടെ മാർഗമാണ് ഇത് മൂന്നും. ആ തഖ്വയിൽ തന്നെ ഉറച്ചു മുന്നോട്ട് നീങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായി തീരാൻ വേണ്ടി. മറ്റു പല ഭാഷകളിലും ഈ ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പണ്ഡിതന്മാര് പഠിപ്പിച്ചു, മനുഷ്യന്റെ അവസ്ഥകൾ മൊത്തത്തിൽ രണ്ട് വിധമാണ്. ഒന്ന്, മനുഷ്യൻ ഒറ്റക്ക് ബന്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായി അവനോട് മാത്രം ബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്. മറ്റൊന്ന് മറ്റുള്ളവരോട് കൂടെ പങ്കാകുന്ന ചില വിഷയങ്ങളും ഉണ്ട്. ഒറ്റക്ക് അവനുമായി വ്യക്തിപരമായി ബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്, അതും മനുഷ്യൻ ക്ലിയർ ആക്കണം. മറ്റുള്ളവരുമായി ബന്ധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതിലും റെഡിയാകണം. രണ്ട് വിഷയങ്ങളും അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞതാണ് ഇസ്ബിറു, സ്വന്തത്തിൽ നന്നായി ക്ഷമ പാലിക്കണം. എന്തിനൊക്കെ ക്ഷമ വേണ്ടത്? കുറച്ച് കാര്യങ്ങൾ എണ്ണിയേ തീരൂല. ഒന്നാമതായി അള്ളാഹുവിന്റെ തൗഹീദ് മനസ്സിലാക്കുന്നതിൽ, തെളിവുകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതിൽ ക്ഷമയോടുകൂടെ നല്ല പഠനം നടത്തണം. നീതിയോടുകൂടെ നുബുവത്ത് ഉൾക്കൊള്ളുന്നതിൽ, പരലോകം ഉൾക്കൊള്ളുന്നതിൽ ഒരുപാട് തെളിവുകൾ അള്ളാഹുവിടെ വെച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ നല്ല സ്വബർ വേണം, ക്ഷമ വേണം. എത്ര കാലങ്ങളാ മഹാന്മാരത് പഠിച്ചു വെച്ചത്. അവര് പഠിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ഈ ചെറിയ കാലത്തെ പഠനം കൊണ്ടൊന്നും എവിടെ എത്തൂല. ഉദാഹരണമായി പറയാ, വലിയൊരു മഹാനാണല്ലോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്. ചെറിയ മഹാനല്ല. എത്ര കൊല്ലം പഠിച്ചു? 18ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ദർസ് പഠിക്കാൻ പോയിട്ട് എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം പഠിച്ചു. അവരെ ഇൽമു നമുക്കുണ്ടാ? അവരെ ഇൽമിലേക്ക് നമ്മൾ ആയുഷ്കാലം മൊത്തം സഞ്ചരിച്ചാൽ എത്തുവോ? ഇത് എനിക്ക് വേണമെന്നില്ല ഈ സാധനം. ഇതില്ലാതിരിക്കും നിങ്ങൾക്ക് സുഖല്ലേ? അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൗഹീദ് കൂട്ടത്തിൽ വലിയ ഒരു തെളിവാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് സഹോദരങ്ങളെ. തൗഹീദ് മനസ്സിലാക്കാൻ, എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞു, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ നിങ്ങൾ അംഗീകരിക്കുക, അവന്റെ ഏകത്വം വിശ്വസിക്കുക. ആരാ സൃഷ്ടിച്ചത്? ആരാ പരിപാലിക്കുന്നത്? ഇതിന് മറ്റൊരു ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. ആരാ നിന്നെ സൃഷ്ടിച്ചത്? ആരാ നിന്നെ പരിപാലിക്കുന്നത്? ഉമ്മയാണ് ഉപ്പയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ബാപ്പക്കും ഉമ്മക്കും പരിപാലനത്തിന്റെ കൈവത്തുന്നതിന്റെ മുമ്പ് തന്നെ സൃഷ്ടികർമ്മം തുടങ്ങിയിട്ടുണ്ട്. അവിടെയും നടക്കുന്നുണ്ട് പരിപാലനം. അത് ചെറിയ പരിപാലനമല്ല. ഒരു ഉമ്മയാണോ സഹോദരങ്ങളെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ 10 മാസക്കാലം പരിപാലനം നടത്തുന്നത്? ആ കുട്ടിക്ക് പുറത്തു വന്നാൽ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത് മറ്റൊരു വഴിക്ക്. ആ കുട്ടി സുരക്ഷിതമായ രൂപത്തിൽ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുക്കുന്നത് മറ്റൊരു വഴിക്ക്. റബ്ബിന്റെ തർബിയത്ത് എത്ര വലുതാണ്! പുറത്തു വന്നപ്പോൾ പിന്നെ ആ റൂട്ട് ആവശ്യമില്ല, അതങ്ങ് ഛേദിച്ച് കളയുന്നു.
എന്നാലും ഒരടയാളം ബാക്കിയുണ്ട്. എന്തിനാ അടയാളം ബാക്കി വെച്ചത്? ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കാനാണ്. എല്ലാവരിലും ഇല്ലേ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു അടയാളം? ആ അടയാളം മായ്ക്കപ്പെടാൻ പറ്റുമോ? ആ അടയാളത്തിന്റെ ഒരു ബാക്കി അവിടെ കിടക്കുന്നില്ലേ? എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചു. പുറത്ത് ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോ വെള്ളം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത് മറ്റൊരു മാർഗത്തിലൂടെ. എന്നിട്ട് എത്രമാത്രം വലിയ വളർച്ചയാ കൊടുക്കുന്നത്! ആ കുട്ടി ഓരോ ഘട്ടത്തിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോ ഇപ്പോൾ കുട്ടിയതാ ചെരിയാനും മറിയാനും തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയാണോ കുട്ടിയെ ചെരിച്ചും മറിച്ചും കിടത്തുന്നത്? അല്ല. പിന്നൊരു ദിവസം നോക്കുമ്പോ ഉമ്മ കാണുന്നത് കുട്ടി ഇങ്ങനെ കമിഴ്ന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ തലവെക്കാൻ നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഒന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇരുത്തത്തിൽ ആട്ടം വരുന്നുണ്ട്, ഉറച്ചിട്ടില്ല, ആടുന്നുണ്ട്, എന്നാലും പതുക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചില ഭാഗങ്ങളിലൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ 1, 2, 3 അടി വെച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ ഏതാ സ്പീഡിലൊന്നും നടക്കാനായിട്ടില്ല, എന്നാലും പതിയെ പതിയെ നടക്കുന്നുണ്ട്. ബാപ്പയും ഉമ്മക്കും ഇവിടെ എന്ത് റോളാ സഹോദരങ്ങളെ ഉള്ളത്? ആ കുട്ടിയങ്ങ് 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്ക് ഈ ബാപ്പയും ഉമ്മയും പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു വിധത്തിലേക്ക് ആ കുട്ടിയെ വളർത്തുന്നത്, ഉയർത്തുന്നത് ആരാണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ സൃഷ്ടികർമ്മം നടത്തി പരിപാലിക്കുന്നവനെ വിശ്വസിക്കണം. അത് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ല. ആരാണ് സൃഷ്ടികർമ്മം തന്നത്? ആരാണ് നിനക്ക് സംരക്ഷണവും പരിപാലനവും തന്നത്? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. സഹോദരങ്ങളെ, അല്ലാഹു ആഖിറമുണ്ടെന്നതിന് തെളിവായി വെച്ചത്, പരലോക ജീവിതമുണ്ടെന്നതിന് തെളിവായി വെച്ച ഖുർആനിൽ പലയിടങ്ങളിലും എണ്ണി പറഞ്ഞൊരു തെളിവാണല്ലോ മഴയും മഴ കൊണ്ട് ഉണ്ടായിത്തീരുന്ന പുരോഗതികളും. തരിശു ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്നു. ആ മഴ വർഷിച്ചിട്ട് കുറച്ചുകൂടി ദിവസം കഴിയുമ്പോ ഒരു കർഷകനും അങ്ങോട്ട് ചെല്ലുന്നില്ല. നല്ല പുല്ലവിടെ മുളച്ച് വരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുൽമേടായി മാറുന്നു. 2-3 ദിവസം മുമ്പ് കുട്ടികൾ കളിച്ചിരുന്ന നല്ലൊരു കളി ഗ്രൗണ്ടാണത്. ഒരൊറ്റ ഉണങ്ങിയ പുല്ലോ മറ്റോ ഒന്നും അവിടെ കാണാനില്ല. ക്ലീനായി കിടക്കുന്ന സ്ഥലമാണ്. അവരങ്ങനെ കളിച്ചിട്ട് അവിടൊക്കെ നല്ലോണം വട്ടമായിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. മഴ പെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കാണാൻ നല്ല പച്ചപ്പുള്ള സ്ഥലമായി. കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തദക്കറൂൻ. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് ഒന്നുമില്ലാത്ത തരിശുഭൂമിയില് എല്ലാ തരം വെള്ളവും വളവും ഒക്കെ എല്ലാവരും ഒഴിച്ചു കൊടുക്കാതെ തന്നെ മഴ പെയ്തിട്ട് ഈ പുല്ലൊക്കെ മുളച്ച്, സസ്യങ്ങൾ മുളച്ച്, പലതും മുളച്ചില്ലേ? അപ്രകാരം നുഖ്രിജുൽ മൗതാ, മരിച്ചവരെ നാം പുറത്തു കൊണ്ടുവരും. ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കാനാണ്, ഓർമ്മിക്കാനാണ് ഇടക്കിടക്ക് ഇങ്ങനെ മഴ തരുന്നത്, ഇടക്കിടക്ക് ആ മഴ കൊണ്ട് മുളപ്പിക്കുന്നത്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത വലിയൊരു തെളിവാണ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ എത്രമാത്രം തെളിവുകളാണ് അല്ലാഹു വെച്ചത്. പ്രാപഞ്ചിക ലോകത്ത് എത്രമാത്രം തെളിവുകളാണ് വെച്ചത്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അതേ, ഫിൽ ആഫാഖ്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ. ഇതേതാ ജില്ല? കാസർഗോഡ് ജില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ കണ്ണൂർ ജില്ലയിൽ ഒരു ചുവന്ന മഴ പെയ്തത് അല്ലേ? പരിശോധന റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്ത് പരിശോധിക്കാനാ? അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരൂര് ഭാഗത്ത് മത്സ്യമഴ പെയ്തു. മുകളിൽ നിന്ന് ഇങ്ങനെ മത്സ്യം വന്ന് വീയന്നെ വെള്ളത്തിന്റെ കൂടെ. അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ ഏതെല്ലാം തരത്തിൽ വെളിവായി കൊടുക്കും. കൽമഴ വർഷിച്ചിട്ടില്ലേ? ഇനിയും വർഷിക്കും കൽമഴ.
കൽമയ വർഷിക്കുമ്പോ ഒരു ഭാഗത്ത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നതിന്റെ കൂടെ ചെറിയ ചെറിയ കല്ലുകൾ വീഴും. പക്ഷെ ആ കല്ല് ശരീരത്തിലെത്തിയാൽ എവിടെ എത്തുന്നോ അവിടെ അത് ഓട്ടയായി ഉരുകി ഇപ്പുറത്തേക്ക് വരും. അത് സാധാ കല്ലല്ല, പെറുക്കിയെടുത്ത് കീശയിൽ കൊണ്ടാൻ പറ്റുന്ന കല്ലല്ല. അത് അല്ലാഹു തആല തരുന്നത് വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ്. ആർക്ക് തടഞ്ഞു നിർത്താൻ കഴിയും? പോകട്ടെ, കാറ്റിനെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടാവും? ഇവിടെ കാറ്റടിച്ച് വീശുമ്പോൾ ഒരാൾ വന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാണ്, കാറ്റ് ശക്തമായി അടിച്ചു വീശുകയാണെങ്കിൽ മുകളിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, തൽക്കാലം ആ വിമാനം അങ്ങോട്ട് പോട്ടെ, നെടുമ്പാശ്ശേരിയിലേക്ക്. അവിടെ എത്തുമ്പോൾ അവിടെയും സ്ഥിതി അതാണ്. മൂടൽ മഞ്ഞും മഴയാണ്, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പോകട്ടെ, അപ്പുറത്ത് തിരുവനന്തപുരത്തേക്ക്. എന്ത് പ്രതിരോധത്തിന്റെ ശക്തിയാ മനുഷ്യനിലുള്ളത്? ഉപകരണങ്ങളിലുള്ളത് എന്താണ്? മഴയെ നിയന്ത്രിക്കാൻ, വെള്ളത്തെ നിയന്ത്രിക്കാൻ എന്ത് ഉപകരണങ്ങളാ ഉള്ളത്? പൊട്ടി ഒഴുകി വരുന്ന വെള്ളത്തെ എന്തുകൊണ്ടാ മനുഷ്യന് തടുത്തു നിർത്താൻ കഴിയുന്നത്? ഒഴിവാകാനല്ലേ നേരത്തെ സിഗ്നൽ കൊടുക്കുന്നത്? തടുത്തു നിർത്താനുള്ള വല്ല ഉപകരണവും കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു മലയെങ്ങാനും പൊട്ടിയിട്ട് വെള്ളം ഇങ്ങോട്ടൊഴുകിയാൽ തടഞ്ഞു നിർത്താൻ എന്ത് ഉപകരണങ്ങളാ മനുഷ്യന്റെ കയ്യിലുള്ളത്? സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തരുന്ന അടയാളങ്ങളിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അത് അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പഠിക്കാനാണ്, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. നല്ല ക്ഷമാപൂർവം പഠിക്കേണ്ട വിഷയം അതാണ്. നിങ്ങൾ നോക്ക്, ലോകത്ത് മുഴുവനുമുള്ള ആളുകൾ ഒരേ രൂപത്തിൽ നിശ്ചലാവസ്ഥയിലായില്ലേ? ഇന്നും കണ്ടെത്തിയിട്ടുണ്ടോ സുഗമമായൊരു മരുന്ന്? നിശ്ചലാവസ്ഥയിലായില്ലേ? ഇപ്പോഴല്ല, അതിന് കുറെ മുമ്പ് പഴയ കാലത്ത് നാടുകളിലൊക്കെ വസൂരി പടർന്നു പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ആ വസൂരിയും വബാവും ത്വാഊനൊക്കെ നീങ്ങാൻ മങ്കൂസ് മൂലതാണെന്നൊക്കെ എല്ലാവരും ആശ്രയിച്ചത്. എന്ത് മരുന്നാ നിർദ്ദേശിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളിലൂടെ കാണിച്ചിരുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വലിയ ദൃഷ്ടാന്തങ്ങളല്ലേ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തുറന്നു കിടക്കുന്ന അവയവങ്ങൾ പലതും ഉണ്ട്. പക്ഷേ ഒരൊറ്റ അവയവത്തിന്റെ ഉള്ളിലൂടെയും ഒരു ഉറുമ്പിനങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ കഴിയൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. മൂക്ക് നോക്കൂ, മൂക്കിന്റെ ഉള്ളിലേക്ക് ഒരു ഉറുമ്പിന് സുഖമായി കയറി പോകാൻ പറ്റുമോ? അല്ല. കണ്ണിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമോ? ചിലരൊക്കെ കണ്ണ് തുറന്നു കിടക്കും. കാതിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുകയാണ്, ഉറങ്ങുന്ന സമയത്ത് ഒരു ഉറുമ്പ് വന്ന് ഉമിനീര് തട്ടിയിട്ട് നാവിലൂടെ എത്ര പെട്ടെന്നാ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഉണർവെത്തുന്നത്. ആ ഉറക്കത്തിൽ തന്നെ തുപ്പിക്കളയുന്നു. അപ്പൊ അടുത്ത് കിടക്കുന്ന അയാൾ ഉറങ്ങിയിട്ടില്ല. എന്താ ഇയാളിങ്ങനെ മനുഷ്യന്റെ മേത്തേക്ക് തുപ്പുന്നു? അപ്പൊ അയാൾ വിളിച്ചു നോക്കി, എന്താ നിങ്ങളിങ്ങനെ തുപ്പുന്നു? നിങ്ങൾ എന്റെ ശരീരത്തിലേക്കാണ് തുപ്പിയത്. അല്ല, എന്തോന്ന് എന്റെ നാവിൽ വന്നൊന്നിങ്ങനെ ഒരു നരിച്ചതുപോലെ തോന്നി. തുപ്പിയ സ്ഥലത്തേക്ക് നോക്കുമ്പോ ശരിയാണ്, ഒരു ഈച്ച. കണ്ട, ഇയാള് വിളിച്ചിട്ടാണ് മറ്റാൾ ഉണർന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ, പ്രതിരോധങ്ങളൊക്കെ നടക്കുന്നു അല്ലെ? മൂട്ട കടിക്കുമ്പോ, കൊതുക് കടിക്കുമ്പോഴൊക്കെ ആ ടൈമിൽ തന്നെ അതിൽ തടവുന്ന കണ്ടില്ലേ? പക്ഷെ ആ തടവുന്നത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിടുന്നത് കൊണ്ടോ ഉറക്കിന് യാതൊരു തകരാറില്ല. അതങ്ങനെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എത്രമാത്രം തെളിവുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. പ്രാപഞ്ചിക ലോകത്ത് എത്ര തെളിവുകൾ വെച്ചിട്ടുണ്ട്! പഠിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും തെളിവുകളുണ്ട്. അപ്പൊ ആ തെളിവുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല ക്ഷമ വേണം. ക്ഷമാപൂർവം വീണ്ടും വീണ്ടും പഠിക്കണം. ആശങ്കയുള്ള ആളുകൾക്ക് പഠിക്കലാണ് വലിയ മരുന്ന്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് സഹോദരങ്ങളെ ചെറിയ പക്ഷികൾ, ആ പക്ഷികളുടെ പക്കൽ
ഒരു വലിയ സൈന്യത്തെ നശിപ്പിക്കാനുള്ള നല്ല ചുട്ടുപഴുത്ത കല്ല് എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചു കൊടുത്തയച്ചത്? ഒരു പക്ഷിയുടെ വക്കൽ 3 കല്ലുകളാണ്. വഅർസല അലൈഹിം തുയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഓരോ പക്ഷിക്കും തിരിച്ചറിവുണ്ട്, ഇന്ന ആൾ എറിയണം. ആരാ അത് പഠിപ്പിച്ചു കൊടുത്ത്? ആളെ മാറി എറിയൂല. അതുകൊണ്ടാണ് അന്ന് പോയ അബ്രഹത്ത് രാജാവിന്റെ മന്ത്രിമാരിൽ ഒരാളാണ് അബൂ യക്സൂം. അബൂ യക്സൂം എന്ന് പറയുന്ന മന്ത്രി ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ പേടിച്ച് ആനയെ തിരിച്ച് നേരെ ഹബശയിലേക്ക് പോയി, നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. അബൂ യക്സൂം കൊട്ടാരത്തിലേക്ക് പോകുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പക്ഷി അബൂ യക്സൂമിനെ വട്ടമിട്ടങ്ങനെ പറന്നു പോകുന്നു. കാരണം ആ പക്ഷിക്കുള്ള നിർദ്ദേശം അബൂ യക്സൂമിന് എറിയണം എന്നാണ്, വേറെ ആരും എറിയൂല. ഈ തിരിച്ചറിവ് എവിടുന്ന് കിട്ടി? ഇത്രയും ഈ നല്ല കൂടുതൽ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും പറ്റുന്ന ഈ കല്ലുകൾ അത് ഈ പക്ഷികളുടെ കൊക്കിലും അതിന്റെ പിടുത്തത്തിലൊക്കെ എങ്ങനെ പിടിച്ചു, എങ്ങനെ വന്നു? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത് എത്തിയാൽ എത്തുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഉരുകി 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 പുറത്തേക്ക് വരികയാണ്. മൂർദാവിലെത്തിയാൽ മൂർദാവൊന്ന് ഉരുകി അതിന്റെ ഉൾഭാഗത്തുരുകി പള്ളയിൽ നിന്ന് ഉരുകി അങ്ങനെ പിൻഭാഗത്തിലൂടെയും പരതിലൂടെയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത്ര ഗൗരവമുള്ള ഒരു കല്ല് എങ്ങനെ ആ പക്ഷികളുടെ കയ്യിലെത്തി? നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. യമനിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തും വരെ എന്തെല്ലാം സംഭവിച്ചോ, അല്ലാതെ ചരിത്രം എന്നാ കിട്ടിയത്, ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിയപ്പോ മുറ്റത്തെത്തിയപ്പോ പക്ഷി കറക്റ്റിനെറിഞ്ഞു, തലയിൽ വന്ന് വീണു, അയാൾ പടഞ്ഞു. കൊട്ടാര മുറ്റത്ത് അയാൾ മരിച്ചു. നമ്മൾ ആലോചിക്കണം, എത്രമാത്രം തെളിവുകളുണ്ട്. പഠിക്കാനും ചിന്തിക്കാനും എന്തെല്ലാം ഉണ്ട്. അറിവ് കുറഞ്ഞ ആളുകൾ നല്ല ക്ഷമയോടെ പഠിക്കണം, സുദീർഘമായി പഠിക്കണം. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പഠിക്കാൻ നല്ല സബർ വേണം. സബറില്ലെങ്കിൽ ഇൽമ കിട്ടൂല, നല്ല ക്ഷമ വേണം. ഒന്നാമതായി പറഞ്ഞത് അതാണ്. അയ്യസ്ബിറ അലാ മശഖത്തിൻ നദ്രി വൽ ഇസ്തിദ്ലാലി ഫീ മാരിഫത്തി തൗഹീദി വൽ അദ്ലി വൻ നുബുവത്തി വൽ മആദ്. പരലോക സംബന്ധിയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തുമായും അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാൻ നല്ല ക്ഷമ വേണം. ക്ഷമയോടെ ഇരുന്ന് പഠിക്കണം. ഒരു വിഷയം പഠിക്കുമ്പോ മറ്റൊന്ന് പഠിക്കണം, അത് പഠിക്കുമ്പോ അതിന്റെ അപ്പുറത്തുള്ളത് പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ നല്ല ക്ഷമ വേണം. പഠിക്കാൻ നല്ല ക്ഷമ വേണം എന്നുള്ളതല്ലേ വെള്ളിയാഴ്ച നമ്മളും ഓതുന്ന ആയത്തിൽ എല്ലാവരും പഠിക്കുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് തകരാറൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ട് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ചോദിക്കരുത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നാൽ നല്ല ക്ഷമ വേണ്ടി വരും. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അസീ ലക അംറാ. ഞാൻ പഠിക്കാൻ ഞങ്ങളെ കൂടെ വരുന്നത്, എന്നാ ഒറ്റ നിബന്ധനയുള്ളൂ, നല്ല ക്ഷമാപൂർവ്വം കൂടെ വരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കുറച്ചുകൂടി ക്ഷമിച്ച് ഖദർ അലൈഹി സ്വലാമിന്റെ കൂടെ നടന്നിരുന്നുവെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറ മനസ്സിലാക്കാമായിരുന്നു. ഒരുപാട് ഇനിയും കണ്ടതല്ല, കണ്ടതിനേക്കാളും ധാരാളം ഇനിയും കാണാമായിരുന്നു. ഒരൊറ്റ നിബന്ധനയല്ലേ അവിടെ വെച്ചത്? സുബറാണത്. ഇമാമിങ്ങൾക്ക് മുഴുവനും ഇൽമ അല്ലാഹു നൽകിയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, സുബർ കൊണ്ടാണ്, ക്ഷമ കൊണ്ടാണ്. വലിയ ഇമാമല്ലേ അല്ലാമ ഇമാമുൻ നബി റളിയല്ലാഹു അൻഹു. നല്ല സുബറിലായിട്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിച്ചത്. ചെറിയ സുബറൊന്നല്ല, അത്ര സുബർ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. ദാരിദ്ര്യത്തിന്റെ ആഴക്കഴത്തിൽ മുങ്ങിപ്പടിച്ച മഹാനാണ് ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു. പക്ഷെ ആ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് അനുഭവിക്കുമ്പോഴും നല്ല ക്ഷമയോടെ പഠിച്ചെടുത്തു.
ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായി ഇവിടെ എന്തിനാ പഠിക്കുന്നത്, ഇതൊക്കെ നിർത്തിയിട്ട് ജോലിക്ക് പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചില്ല. എന്നിട്ടൊന്ന് അടിപൊളിയായി ജീവിക്കട്ടെ ചിന്തിച്ചില്ല. സബറോടെ പഠിച്ചു. അതിന് നല്ല പിന്തുണയേകി ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മമാര് ഉപ്പമാരാണ് പിന്തുണ നൽകേണ്ടത്. ഞാനിനി പഠിക്കാൻ പോകുന്നില്ല, ഞാൻ വല്ല തൊഴിലിന് പോകാം. എന്നായിക്കോട്ടെ, കിട്ടിയ ഒരു 500 റുപ്യ ഒന്നും കിട്ടുമല്ലോ, എന്നാ ശരിപ്പിക്കോ. അല്ല, നീ പോയി പഠിക്കന്നെ വേണം. നിന്നെ പഠിപ്പിക്കലാണ് വാപ്പക്ക് ഉമ്മക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളത്, പ്രചോദനം കൊടുക്കണം. ഇങ്ങോട്ടൊന്ന് പറയുമ്പോഴേ കാമന്നാ സെല്ലംന്ന് പറഞ്ഞാൽ പിന്നെ വൈക്ക് പോകില്ല. നല്ല പഠിക്കാൻ ബുദ്ധിയുള്ള പക്വതയും നല്ല തൻ്റെയോടൊക്കെയുള്ള കുട്ടികൾ എന്തോ ഒരു ചെറിയ മടുപ്പിന്റെ പേരിൽ വന്ന വർത്തമാനം പറയുമ്പോഴേക്ക് നമ്മൾ സമ്മതം മൂടരുത്. പ്രചോദനം പറഞ്ഞ് വീണ്ടും വീണ്ടും അയക്കണം. ഇമാമുന ഷാഫി റളിയല്ലാഹുവിന് ഏറ്റവും വലിയ പ്രചോദനം നൽകിയത് ഉമ്മയാണ്. സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ ഹലാലാ രൂപത്തിൽ തൊഴിലെടുക്കുന്ന ഉമ്മ ഇമാം ഷാഫി റളിയല്ലാഹുവിന് വേണ്ടിയാണ് ആ തൊഴിൽ മുഴുവനും ചെയ്യുന്നത്, പഠിപ്പിക്കാനാണ്. പക്ഷേ ആ പ്രാരാബ്ദത്തിലും കുടുംബക്കാരിൽ പലരും ചോദിച്ചു, ഷാഫി ഇമാം തങ്ങളെ മദീനയിലേക്ക് വിട്ടേക്കുമ്പോ ആകെ ഒരു മകനല്ലേ ഉള്ളൂ, അതിനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണോ? പലരും ചോദിക്കാറില്ലേ അങ്ങനത്തെ ഒരു ചോദ്യം. പക്ഷേ ആ ഉമ്മാന്റെ ദൃഢനിശ്ചയം കൊണ്ട് അള്ളാഹു നമുക്ക് എത്ര വലിയ സന്തോഷമാ തന്നത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്നൊരു വലിയ മഹാൻ അന്നൊരു കച്ചവടക്കാരനായി മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഈ സന്തോഷം ലഭിക്കോ? ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു കവിയായി മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഈ സന്തോഷം കിട്ടുമോ? ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ച നല്ലൊരു ബിസിനസ്മാനും മാത്രമായി മാറിയതില്ലെങ്കിൽ ഇത്ര സന്തോഷം കിട്ടുമോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഭരണരംഗത്ത് മാത്രം ഒതുങ്ങിയ ഒരാളാണെങ്കിൽ ഇത്ര സന്തോഷം കിട്ടുമോ? മദീനയിൽ വന്ന് 10 കൊല്ലക്കാലം വീണ്ടും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമിന്റെ തപസ്സിലായി നിന്നു. അതുകൊണ്ട് ലോകത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അപ്പോൾ ഇൽമിന് നല്ല സബർ വേണം. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണം. ചിലര് വയല് കേൾക്കും. ഉസ്താദെ, നമ്മള് വയലൊക്കെ നല്ല കേൾക്കാറുണ്ട് എന്ന് പറയും. പക്ഷെ ഫുള്ള് കേൾക്കാനുള്ള സബറില്ല. ഫുള്ള് കേൾക്കാനുള്ള സബറില്ല. അതെങ്ങനെ? വയലങ്ങനെ തുടങ്ങുമ്പോ ഒന്നിങ്ങനെ ഇരുന്നിങ്ങനെ കേൾക്കും. ആ മേറ്ററൊക്കെ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചാരി കേൾക്കാൻ നിർത്തിയിട്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് കേൾക്കപ്പോഴൊന്നും ഉറങ്ങൂലാന്നിട്ടു. പിന്നെ നല്ല വിഷയം പറയുമ്പോ ഉണ്ടാകും ആള് നല്ല ഉറക്കിലായിരിക്കും. 5 മിനിറ്റ് കൊണ്ടാ സബറ് പോയി അല്ലേ? ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പത്രം വായിക്കുക, ഒരു മാസിക വായിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ലേഖനം വന്നിട്ടുണ്ട്, ഡിസാലയോ സുന്നിവേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കാൻ നിൽക്കുക. അപ്പൊ ഇരുന്നിങ്ങനെ വായിക്കുക, ഒരു കുഴപ്പമില്ല, ഇരുന്നിങ്ങനെ വായിക്കുകയാണ്, നല്ലോണം മനസ്സിലാകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് പറയും, ഇങ്ങനെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടോ, ഒന്ന് ചെരിഞ്ഞ് കിടന്നിട്ട് വായിച്ചോളി, ചെരിഞ്ഞ് കിടന്ന് വായിച്ചു. കുറച്ചുകൂടി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാകും ഈ വായിക്കുന്നത് തലയിണായി വന്നിട്ടുണ്ടാവും. അപ്പൊ പോയി. സുബറിന്റെ കുറവുണ്ടാണ്. നല്ല ക്ഷമ വേണം. അള്ളാഹു നമുക്ക് സുബർ ഏറ്റി തരട്ടെ. ഇൽമു പഠിക്കുന്നതിൽ അങ്ങേയറ്റത്തെ സുബർ അള്ളാഹു നൽകുമാറാകട്ടെ. നല്ല വേണം. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ പൂർണ്ണമായി കേൾക്കണം, പഠിക്കണം, ശിഷ്യത്വം സ്വീകരിക്കണം. അപ്പൊ നല്ല കഴിവുണ്ടാവും. കേൾക്കുന്നൊരു മേറ്റർ ശരിക്കും മനസ്സുറപ്പിച്ച് കേൾക്കണം, നല്ലോണം പഠിക്കണം. രണ്ടാമതായി വ്യക്തിപരമായി വേണ്ടത്, സഹോദരങ്ങളെ, അവിടെ തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒന്നാമത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, വഅലാ മശഖത്തി ഇസ്തിംബാത്തിൽ ജവാബി അൻ ശുബ്ഹാത്തിൽ മുഖാലിഫീൻ. തൗഹീദിന്റെ എതിരാളികളുണ്ട്, പരലോകമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ശങ്കിക്കുന്ന ആളുകളുണ്ട്, നബിമാരുടെ നുബുവത്തിന്റെ വിഷയത്തിൽ സംശയമുള്ള ആൾക്കാരുണ്ട്. അവരോട് പറയുന്ന മറുപടി നന്നായി ശ്രദ്ധിച്ചു പഠിക്കണം. അത് പഠിക്കാൻ നല്ലൊരു ക്ഷമ വേണം. കാരണം ആ മറുപടി ആ രൂപത്തിൽ നിന്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളണം. അതിന് തുറന്ന മനസ്സോടെ നല്ല ഉണർവോടെ നീ കേട്ടു പഠിക്കണം, നല്ലോണം ചിന്തിച്ചു പഠിക്കണം. അവർക്കുള്ള മറുപടി നീ എന്തിനാ പഠിച്ചു വെക്കുന്നത്? നിന്റെ മനസ്സിൽ അത്തരത്തിലൊരു സംശയം വരുമ്പോ, നിന്നോട് വേറെ ആരെങ്കിലും ഒരു സംശയം ഉന്നയിച്ച് സംശയത്തിലാക്കുമ്പോ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ നന്നാക്കാനാണ്, അല്ലെങ്കിൽ സ്വന്തത്തിൽ നിനക്ക് വരുന്ന സംശയം തിരുത്താനാണ്. ആ നിലക്കുള്ള വിഷയങ്ങളും പഠിച്ചു വെക്കണം. രണ്ടാമതായി പറഞ്ഞു, അയ്യസ്ബിർ അലാ മശഖത്തി അദാഇൽ വാജിബാതി വൽ മന്ദൂബാത്ത്
ഫർളും സുന്നത്തുമായ കാര്യങ്ങള് അതിന്റെ പ്രയാസങ്ങളില്ലേ നല്ല ക്ഷമയോടെ നിർവഹിക്കണം. ഫർള് നിസ്കരിക്കുമ്പോഴേ സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ ക്ഷമാപൂർവം, സുന്നത്തും ഫർളും മാത്രം നമ്മൾ പറഞ്ഞതല്ല, എല്ലാം. ഒരാൾ ഫർളായ നിലക്ക് ആദ്യം ഫർളായ ഹജ്ജ് കേട്ടെ എന്ന് പറഞ്ഞ ഒരു ഹജ്ജിന് പോയി, നല്ലോണം ശ്രദ്ധിച്ച അയാൾ എല്ലാ ഭാഗവും സൂക്ഷിച്ചു ചെയ്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ കൊല്ലം ഹജ്ജിന് പോകുകയാണെങ്കിലും ചെയ്യണം. രണ്ടാമത്തെ മൂന്നാമത്തെ ഉംറ പോകുകയാണെങ്കിൽ 10 ഉംറ പോകുകയാണെങ്കിലൊക്കെ എല്ലാ ഉംറയും ചെയ്യേണ്ട കാര്യങ്ങൾ കടപ്പാടുകളൊക്കെ നിർവഹിച്ച് ചെയ്യണം. അതിനൊരു സുബറ് വേണം. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ജമാഅത്ത് നിസ്കാരവും നമ്മൾ ഒറ്റക്കുള്ള നിസ്കാരവും കണ്ടാൽ അറിയാം സുബറുണ്ടോ ഇല്ലേന്ന്. ജമാഅത്ത് നിസ്കാരത്തിൽ അയാൾ കാത്തു നിന്ന് ഫാത്തിഹൊക്കെ അതിന്റെ രൂപത്തിൽ ഓതി, തസ്ബീഹൊക്കെ അതിന്റെ രൂപത്തിൽ ചൊല്ലി, ഒക്കെ 3-3 ചൊല്ലി, അത്തഹിയ്യാത്തൊക്കെ അതിന്റെ പാകത്തിൽ ചൊല്ലി, ഒക്കെ റെഡി. ഒരിക്കൽ അയാളിങ്ങനെ വന്നു നോക്കുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞു. അങ്ങനെ അയാൾ കൈകെട്ടി ഒറ്റക്ക് നിസ്കരിക്കാം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഈ 4 റക്അത്ത് നിസ്കാരവും ഇമാമ് ദ്വാരക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നുപോയി. ഇമാമ് സലാം വീട്ടിയിട്ട് അയാൾ നിസ്കാരം തുടങ്ങുന്നത്, 4 റക്അത്തും തീർന്നുപോയി. എന്താ ഉസ്താദ് അങ്ങനെ തീർന്നൂടെ? തീർന്നൂടാ. എന്ത് കാരണം? ക്ഷമയോടെ ഒക്കെ ചെയ്തിട്ടില്ല. എന്നതിന് തെളിവ് തസ്ബീഹ് 3 എണ്ണം ചൊല്ലിയിട്ടില്ല, റുകൂഇലുമില്ല, സുജൂദിലുമില്ല, അത്തഹിയ്യാത്തു ശേഷമുള്ള ദുആ ഫുള്ളായി ചൊല്ലിയിട്ടില്ല. ഫാത്തിഹക്കാണെങ്കിലോ വല്ലാത്ത സ്പീഡ്, ശേഷം 1-ലും 2-ലും സൂറത്ത് ഓതിയിട്ടില്ല, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഫർളും സുന്നത്തും നിർവഹിക്കാനുള്ളൊരു പ്രയാസമില്ലേ? ക്ഷമാപൂർവം അത് നിർവഹിക്കണം. അതിന് ഒരു വിഘ്നവും വരുത്താൻ പാടില്ല. നമ്മളെ സ്വന്തത്തിൽ വേണ്ട ക്ഷമയാണത്. അവിടെ സഹോദരങ്ങളെ, എത്ര സാഹസികത അനുഭവിക്കേണ്ടി വന്നാലും ആ ഇബാദത്തിന്റെ സൗന്ദര്യം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കണോ? ക്ഷമ കൂടിയേ പറ്റൂ. അതുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്ന ആളോടും ഹജ്ജ് ചെയ്യുന്ന ആളോടും സകാത്ത് കൊടുക്കുന്ന ആളോടും നിസ്കരിക്കുന്ന ആളോടും എല്ലാ കർമ്മങ്ങളിലും ഒരു വിഷയം അല്ലാഹു ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ക്ഷമാപൂർവം നിർവഹിക്കാനാണ്. ഹജ്ജിന് പോകുന്ന ആളോട് പറഞ്ഞത് ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. ഹജ്ജിന് പോകുന്നു, അനാവശ്യമായിട്ടൊരു വാക്കും പറയരുത്, കുറ്റകൃത്യമായി തീരുന്നൊരു വാക്കും പ്രവൃത്തിയും ചെയ്യരുത്. ഹലാലായ നിലക്ക് നിനക്ക് നേരത്തെ ചില സംഗതികളൊക്കെ പറ്റിയിരുന്നു, ഇഹ്റാമോടത് ഹറാമായി, അതും നീ ചെയ്യരുത്. വലാ ജിദാല, ആരോടും തർക്കിക്കാൻ പോകരുത്. ഹജ്ജിന്റെ സൗന്ദര്യം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. എന്തേ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? അതാണ് ക്ഷമയോടെ പാലിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഹജ്ജിന് പോയി കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുന്ന ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ എത്ര കഷ്ടപ്പാടുണ്ടാവും തോന്നിയിട്ടില്ല. അവിടെ എത്തി നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് നമ്മളെ റേഞ്ച് മാറിയില്ലേ? നമ്മൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോന്ന് പറയും. ആദ്യം അമീറിനെ വിളിച്ചിട്ടൊന്ന്, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ആളെ വിളിച്ചിട്ടൊന്ന്, പിന്നെ കൂടെ വന്ന ആൾക്കാരോടൊക്കെ എല്ലാവരോടും തർക്കിക്കാണ് എല്ലാ വിഷയത്തിലും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ പോന്നിട്ടില്ല, വിദായിന്റെ തവാഫൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പർച്ചേസിങ്ങിന് പോയി. നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അവിടെ തർക്കത്തോട് തർക്കം. കാരണം നമ്മളെ നാട്ടിലെ വിലക്കുന്ന സാധനങ്ങൾ കിട്ടണം, അതൊരു നിലക്കും കിട്ടൂല. എന്നാലൊന്ന് പറഞ്ഞു നോക്ക, അതവിടെ തുടങ്ങി. ഒരു മുസല്ല വേണമെന്നൊരു താല്പര്യം, മുസല്ല വാങ്ങാൻ പോയി. മുസല്ലക്ക് എത്ര? അപ്പൊ വിൽപ്പനക്കാരൻ പറഞ്ഞു മുസല്ലക്ക് കൂടുതലൊന്നുമില്ല, 100 റിയാൽ. 100 റിയാൽ എന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ പതുക്കെ കണക്ക് കൂട്ടി നോക്കി. 100 × 17 നല്ല അല്ലോ, ഇത്ര അധികം. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു തുടങ്ങി. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു, അല്ല വേണം, പക്ഷെ ഈ വിലക്ക് എടുക്കൂല. തുടങ്ങി അവിടെ വർത്താനം തുടങ്ങി. പിന്നുള്ളൊന്നും മൈക്കി കൂടെ പറയണ്ട, ആ രൂപത്തിൽ തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തിൽ സന്ദർഭത്തിൽ തർക്കിക്കേണ്ടിയോ പറയേണ്ടിയൊക്കെ വന്ന നല്ല സുബറ് വേണം. മൂത്രയിക്കാൻ പോയി നോക്കി, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥലമല്ലേ. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ മൂത്രയിക്കാൻ പോയപ്പോ എന്തോ ഒരു കാരണം കൊണ്ട്
മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഉള്ളിലെന്തോ പോയി തടഞ്ഞതുകൊണ്ടാണ് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, മൂത്രമൊഴിക്കാൻ പറ്റാത്ത പരുവത്തിൽ. എങ്ങനെ ഉണ്ടാകും അവസ്ഥ? നല്ല സ്വബർ ചെയ്യണം, നല്ല ക്ഷമ പാലിക്കണം, അതിന് ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. വാജിബായ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എത്ര നമ്മൾ സഹിക്കേണ്ടി വന്നാലും സഹിക്കാൻ തയ്യാറാകണം.